ഹായ്. ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് രേണുസുധിയെക്കുറിച്ച് പറയാനായിട്ട്. നെഗറ്റീവ് കമൻ്റ് ഇട്ട് എന്തായാലും രേണുസുധിയെ നിങ്ങൾ സിനിമയെ കൊണ്ട് എത്തിച്ച്, അവിടുന്ന് ബിഗ് ബോസിലോട്ടും എത്തിച്ച്. എന്തായാലും കൊള്ളാം. അവളാണ് പെണ്ണ്. ആരൊക്കെ എന്തൊക്കെ നെഗറ്റീവ് കമൻ്റ് ഇട്ടിട്ട് അവൾ കയറിപ്പോയ പോക്ക് കണ്ട. അങ്ങനെ വേണം പെണ്ണുങ്ങളായ. അല്ലാതെ നെഗറ്റീവ് കമൻ്റ് ഇട്ടെന്നും പറഞ്ഞുകൊണ്ട് മൊബൈൽ മടക്കി വെച്ചുകൊണ്ട് വീട്ടിൽ കയറി ഇരുന്നില്ലല്ലോ. അതാണ് കൊച്ചുങ്ങളെ വളർത്താനുള്ള ആ ഒരു വാശി. ഓക്കെ, അതുകൊണ്ട് ഈ നെഗറ്റീവ് കമൻ്റ് ഇടുന്നവർ ഇട്ടുകൊണ്ടിരിക്കണം കേട്ടോ. ആ ഇട്ടുകൊണ്ടിരുന്നാലല്ലേ അവൾക്ക് മുന്നേറാനുള്ളൊരു ധൈര്യം ഉണ്ടാകത്തുള്ളൂ. എന്താ പറയുന്ന കണക്ക്. എന്തായാലും കൊള്ളാം. ഈ നെഗറ്റീവ് കമൻ്റ് ഇടുന്നവരൊക്കെ കൊണ്ടല്ലേ ഭയങ്കര സംഭവം തന്നെ കേട്ടോ. അവർക്കങ്ങ് ഇതൊന്നും ചെയ്യാനും വയ്യ. വീട്ടിൽ ഇരുന്നു കൊണ്ട് ചുമ്മാ അങ്ങ് കുറേ നെഗറ്റീവ് ഇടിയില്ല. വല്ലവരും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ കുറേ നെഗറ്റീവ് ഇടാനായിട്ട് കയറും കുറേ ആൾക്കാർ. ഇറങ്ങി ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് എനിക്കൊരു ശരിയെന്ന് തോന്നുന്നത് ഞാൻ പറയും, ശരിയെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യും. അതെൻ്റെ ഒരു ഉള്ളിലെ ഒരു ഇതാണ്. അപ്പം അത് കുറച്ച് പേർക്ക് അഹങ്കാരമായിട്ട് തോന്നുന്നെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. അവരുടെ എനിക്ക് ഇതൊക്കെ പറയാനുള്ളൂ. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും. ഒന്നുമില്ലെങ്കിലും ഇതിനെക്കാട്ടി മോശമായിട്ട് അഭിനയിക്കുന്നവരൊക്കെ ഒരുപാട് പേരുണ്ട്. അവർക്കൊന്നും ഒരു കുഴപ്പമില്ല. രേണുസുധിക്ക് മാത്രമേ ഉള്ളൂ കുഴപ്പം. ഇതൊക്കെ ഇട്ടിട്ട് അവളതൊന്നും മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോകുന്നുണ്ടല്ലേ. അതാണ് ഒരു 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 ഭർത്താവ് മരിക്കുമ്പോഴേ അറിയത്തുള്ളൂ ആ കുഞ്ഞുങ്ങളെ വളർത്താൻ പെടുന്ന പാടുകൾ. അങ്ങനെയുള്ളവർക്ക് ഒരു ധൈര്യം കൂടത്തതേ ഉള്ളൂ. നിങ്ങളൊക്കെ ഇനി എന്തൊക്കെ നെഗറ്റീവ് ഇട്ടാലും എന്തായാലും രേണുസുധിയെ നിങ്ങളൊരു സിനിമ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്, ഭാഗ്യം. അവിടുന്ന് ബിഗ് ബോസിലോട്ടും പോകാൻ പോകുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താണോ ഇനി ബിഗ് ബോസ് പോകുമ്പോൾ ഇനി എന്തൊക്കെയാണോ എന്താ നെഗറ്റീവ് കമൻറ്റുകൾ ഇടാൻ പോകുന്നത്. എന്തായാലും എങ്ങനെ ഇരുന്നാലും എന്ത് പല്ല് തെള്ളിയെന്നോ അങ്ങനെന്നോ ഇങ്ങനെന്നോ ഒക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെന്ന് പറഞ്ഞാലും ഒന്നും ഇല്ലാത്തവളെന്ന് പറഞ്ഞിട്ട് പോലും അവളെ സിനിമയിലായല്ലോ. ഈ നെഗറ്റീവ് കമൻ്റ് ഇടുന്ന ആർക്കെങ്കിലും അത് ഇങ്ങനെ ഒരു കമൻറ്റ് നേര് പറയാനെങ്കിലും പറ്റുമോ? ഇല്ല. അപ്പം അവളല്ലേ മിടുക്കി, അങ്ങനെ തന്നെ വേണം. അത് അവളാണ് പെണ്ണ് കേട്ടോ. എന്തായാലും നെഗറ്റീവ് ഇടുന്നവർ നിർത്തരുത് കേട്ടോ. നിങ്ങൾ ഇട്ടുകൊണ്ടിരിക്കണം. അതായത് ആ നെഗറ്റീവ് കമൻ്റാണ് അവളെ ഇവിടം വരെ കൊണ്ട് എത്തിച്ചത്. ഇനി അങ്ങനെ തന്നെ ഇട്ടുകൊണ്ടിരിക്കണം. എന്നാലല്ലേ ഇനി അവൾ മുന്നേറി പോത്തുള്ളൂ. ആ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി എന്തൊക്കെ പറഞ്ഞാലും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ആ കഷ്ടപ്പാടുകൾ കാണുമ്പോഴാണല്ലോ ആളുകൾക്ക് കുഴപ്പം. അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, മറ്റത് ചെയ്യുന്നു, മറിച്ചത് ചെയ്യുന്നു. എന്തായാലും എന്ത് ചെയ്താലും വേണ്ടിയില്ല. രണ്ട് ആൺകൊച്ചുങ്ങളെ വളർത്തി എടുക്കണമല്ലോ. എന്തായാലും അവൾ മിടിക്കുക. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ട് അവൾ ഒന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. നെഗറ്റീവ് കമൻ്റൊക്കെ അവൾ നല്ല വായിച്ചിട്ട് നല്ല തൻ്റെ ഇടത്തോടു കൂടി തന്നെയാണ് മുന്നേറുന്നത്. അങ്ങനെ തന്നെ വേണം. എന്തായാലും ആളുകളെ ഭയന്നും അല്ലെ നെഗറ്റീവ് കമൻറ്റ് ഭയന്നും ഒന്നും അവൾ കയറി അടുക്കളയിൽ കയറി ഒളിച്ചില്ലല്ലേ. അതാണ് രേണുസുധി, കൊല്ലം രേണുസുധി. അതാണ്, അങ്ങനെ തന്നെ വേണം കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. ഞാനും ഇതെല്ലാം കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. രേണുസുധിയുടെ കമൻറ്റുകൾ, ഈ നെഗറ്റീവ് കമൻ്റ് ഇടുന്നതെല്ലാം ഞാനും വായിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടെ വന്ന് നിങ്ങളടുത്ത് ഒന്നും കൂടെ പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. വേറൊന്നുമല്ല, നെഗറ്റീവ് കമൻറ്റ് ഇച്ചിരി കൂടുതലായിട്ട് ഇടണം. എന്നാലേ അവൾക്ക് ഇച്ചിരി തൻ്റെ ഇടം കൂടത്തുള്ളൂ. രേണുസുധിയെ മാത്രം തിരഞ്ഞെടുത്ത ആൾക്കാർ ഞാൻ നെഗറ്റീവ് കമൻ്റ് ഇടുന്നത് എന്തായാലും ഭയങ്കര അപാര സംഭവം തന്നെ കേട്ടോ. വേറെ ആർക്കും ഒരു കുഴപ്പമില്ല. ഓരോരുത്തർ സാരിയെ കൊടുത്തുകൊണ്ട് പോകുന്നത് കാണുന്നുണ്ടോ? അതൊന്നും ആർക്കും ഒന്നും കാണാൻ വയ്യ. അവളെ കയറി അങ്ങ് പിടിച്ച് വെച്ചിരിക്കുക നെഗറ്റീവ് കമൻറ്റുമായിട്ട്. കൊള്ളാം, നല്ല രസമുണ്ട് എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്തായാലും അവളെ വലിയ ഉയരങ്ങളിൽ കൊണ്ട് നിങ്ങൾ എത്തിച്ചിട്ടുണ്ട്. ഇനി അവൾ വലിയ ഉയരങ്ങളിലേക്ക് ഉയർന്നു പോട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. കാര്യം രണ്ട് കൊച്ചുങ്ങളെ വളർത്താനല്ലേ. അവൾ ഉയർന്ന് വലിയൊരു നായികയായിട്ട് വരട്ടെ. ഈ കമൻ്റ് ഇട്ടവരുടെയൊക്കെ മുന്നിൽ നിങ്ങളല്ലേ നെഗറ്റീവ് കമൻ്റ് ഇട്ടവരെല്ലാം അവളെ സിനിമ പോയി കാണണം കേട്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് കമൻ്റ് ഇടണ്ടേ. അതുപോലെ തന്നെ ബിഗ് ബോസ് വരുമ്പോൾ അതും കാണണം, മറന്നു പോകരുത്. എല്ലാ ദിവസവും കയറി കണ്ടിട്ട് അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ഡബിളാക്കി നിങ്ങൾ ഇടണം കേട്ടോ. എന്നാലേ അവൾക്ക് പിന്നും വല്ല സിനിമയിലും ഇതിലൊക്കെ മുന്നേറി പോകാൻ പറ്റത്തുള്ളൂ. എന്നാലും എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. എനിക്ക് സമയമില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. എന്നിട്ട് ഇടയ്ക്ക് ഇതൊക്കെ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്ത് ഞാൻ ഇടയ്ക്ക് കയറി ഇതൊക്കെ ഒന്ന് പറയുകയാണ്. ഓക്കെ, ബായ്.